അങ്ങനെ ഇരുന്നപ്പോൾ ഇന്ന് രാമായണം വായന 3-ാം ദിവസമാണ്. അപ്പോൾ തിരുവൽപ്പാറയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്തുള്ള പിള്ളേരൊക്കെ പാടെ ഞങ്ങളങ്ങനെ പോയി അമ്പലത്തിൽ. അങ്ങനെ പോയി തൊഴുതപ്പോൾ അവിടെ എല്ലാവരും ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന കണ്ടു. ഭക്ഷണത്തിനുള്ളത് അന്നദാനം കഴിക്കുന്നവർക്ക് ഒരു ഫോട്ടോ പൂജിച്ച് കൊടുക്കും. വല്യമ്മയ്ക്ക് അത് ഫോട്ടോ കൊടുക്കണം കണ്ടു. ഇന്ന് അവരുടെ പകരമായിരുന്നു അന്നദാനം. അങ്ങനെ നോക്കുമ്പോഴാണ് ചുമരിൽ നല്ല നല്ല ചിത്രങ്ങളെല്ലാം വരച്ച് വെച്ചിരിക്കുന്നു. അതൊക്കെ ഒന്ന് കണ്ടു. അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. 2-3-4 ആഴ്ചയായി തോന്നുന്നു വരച്ചിട്ട്. നല്ല ഭംഗിയുണ്ട്. അപ്പോഴാണ് കലവറയിൽ നല്ല ഭക്ഷണ പരിപാടിയാണ്. അതിൽ പോയിട്ട് കുറച്ച് നേരമൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓരോ പണികളൊക്കെ, പായസം ഇളക്കാനും കറികളൊക്കെ ഒന്ന് ഇളക്കാനും അങ്ങനെയൊക്കെ അങ്ങനെ കൂടി. രാമായണം വായന 12 ദിവസമാണ്. 12-ാമത്തെ ദിവസം നിറച്ച ആൾക്കാർ. എന്നാലും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല കുറേ പേരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടെ പണികളൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് നേരം രാമായണം വായിക്കണവിടെയൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞ് അപ്പോഴത്തേനും ഭക്ഷണമൊക്കെ റെഡിയായി. എല്ലാവരും കഴിക്കാൻ കുറച്ച് പ്രസാദവും കിട്ടി. അതും കഴിച്ചിങ്ങനെ ഇരുന്നു കുറച്ച് നേരം. അപ്പോഴാണ് അവിടെ എപ്പോഴും വറ്റാത്തൊരു കിണറുണ്ട്. എന്നും വെള്ളം അതിലെപ്പോഴും ഉണ്ടാവും, നിറച്ച് വെള്ളം. എത്ര വെള്ളം എടുക്കണോ അത്ര ഇതിൽ എന്നും ഇതുപോലെ വെള്ളം ഉണ്ടാവും. ശ്രീരാമസ്വാമിയും ലക്ഷ്മണനും സീതാദേവിയും ഹനുമാൻ സ്വാമിയും അങ്ങനെ നല്ല ശക്തിയുള്ള ദൈവങ്ങളാണ് അവിടെ. എന്ത്